ഇനി നമുക്ക് സന്ധിവാതത്തിൻ്റെ ചികിത്സയിലേക്ക് പോകാം. ഹൃദയത്തിൻ്റെ വാൽവുകളെ ബാധിക്കുന്ന വാദത്തെക്കുറിച്ച് പറഞ്ഞു, അതായത് റുമാറ്റിക് ഹാർട്ട് ഡിസീസ്. അതിൽ സാധാരണ സംഭവിക്കുന്നത് ഹൃദയത്തിൻ്റെ വാൽവിൽ വെജിറ്റേഷൻ രൂപപ്പെടുകയും സ്ട്രെപ്റ്റോകോക്കൽ ബാക്ടീരിയയുടെ അറ്റാക്ക് മൂലം വാൽവുകൾ ഡാമേജ് ആവുകയും വാൽവ് ചുരുങ്ങി പോവുകയും ചെയ്യാറുണ്ട്. ഇത് ഹൃദയത്തിൻ്റെ പമ്പിങ്ങിനെ ബാധിക്കും. അത് സ്വാഭാവികമായിട്ടും ശരീരത്തിൽ ഓക്സിജൻ എത്തുന്നത് കുറയ്ക്കുകയും അത് കാർഡിയക് ഫെയിലിയറിനും ലങ് ഫെയിലിയറിനും ഒക്കെ അങ്ങനെ സ്ട്രോക്ക് അങ്ങനെ പല കാരണങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യും. മരണത്തിന് കാരണമാകുന്ന ഒരു അസുഖമാണ് റുമാറ്റിക് ഹാർട്ട് ഡിസീസ്. അപ്പോൾ അതിന് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് ആൻറ്റിബയോട്ടിക്കുകളും അല്ലെന്നുണ്ടെങ്കിൽ വാൽവ് റീപ്ലേസ്മെൻറ്റുമാണ്. രണ്ടാമത് നമ്മൾ ആലോചിക്കുന്നത് സന്ധികളിൽ ബാധിക്കുന്ന വാദത്തിനെ കുറിച്ചാണ്. സന്ധിവാദത്തിന് പൊതുവെ ആധുനിക ചികിത്സയിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ്, ഇമ്മ്യൂണോ സപ്രസൻസ്, പെയിൻ കില്ലേഴ്സ് ഇവയാണ് യൂസ് ചെയ്യുന്നത്. തുടർന്നുള്ള കണ്ടീഷനുകളിൽ സ്റ്റീറോയിഡ്സ്, NSAIDs അതായത് നോൺ സ്റ്റീറോയിഡ്സ് ആയിട്ടുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് ഇതൊക്കെയാണ് അവർ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് പൊതുവെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ രോഗമെന്ന രീതിയിൽ ആർത്രൈറ്റിസിന് സ്ഥിരമായിട്ട് ഇത്തരം മരുന്നുകളുടെ ഉപയോഗം തുടർന്ന് പലതരത്തിലുള്ള രോഗങ്ങൾക്ക് കാരണമായി നമ്മൾ കാണാറുണ്ട്.